വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സൺഡേ നൈറ്റ് ഞങ്ങളൊന്ന് മാർക്കറ്റിലൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സാധാരണ അങ്ങനെ ഞങ്ങൾ പോകുന്നത് എപ്പോഴും വ്യാഴാഴ്ച ദിവസങ്ങളിലാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ വെജിറ്റബിൾസ് ഉള്ളത് കൊണ്ട് എന്തായാലും സൺഡേ പോകാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിയിൽ തന്നെയാണ് നമ്മുടെ പാർത്ഥസാരഥി ക്ഷേത്രം വരുന്നത്. എന്തായാലും ക്ഷേത്രത്തിലും കൂടെ കയറിയിട്ട് നേരെ മാർക്കറ്റിലേക്ക് പോകാമെന്ന് ഓർത്തു. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണിതൊക്കെ. പ്രത്യേകിച്ച് ചെന്നൈയിൽ എന്ന് പറയുന്നത് നൈറ്റ് മാർക്കറ്റ് കാണാനായിട്ട് നല്ല രസമാണ്. ഒരു പ്രത്യേക തരം ഒരു വൈബാണ്. ശരിക്കും പകൽ നമ്മൾ മാർക്കറ്റിലൊക്കെ പോകുന്നേക്കാളും നല്ല രസമാണ്. ഇപ്പോൾ ഇവിടെ ഒരു 10-11 മണി വരെയൊക്കെ മാർക്കറ്റ് കാണും. സ്ട്രീറ്റൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് എപ്പോഴും തിരക്കൊക്കെയാണ്. നല്ല രസമാണ് നമുക്ക് ഈ ഒരു സമയത്ത് മാർക്കറ്റിൽ പോകാനായിട്ട്. മിക്കവാറും ചെന്നൈയിലുള്ള എല്ലാ ഭാഗത്തും നൈറ്റ് മാർക്കറ്റ് ഭയങ്കര സജീവമായിരിക്കും. പ്രത്യേകിച്ച് സൺഡേയും കൂടി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ കയറുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. മുന്നേയൊക്കെ ഇവിടെ നമ്മുടെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ അച്ഛനായിരുന്നു വെജിറ്റബിൾസൊക്കെ മേടിച്ചുകൊണ്ട് തന്നുകൊണ്ടിരുന്നത്. ഞങ്ങളങ്ങനെ പോവില്ലായിരുന്നു കേട്ടോ. ഹസ്ബൻഡ് ഓഫീസിൽ പോവാത്ത ദിവസങ്ങളിലാണ്, ഇതുപോലെ സൺഡേ ആണ് ഞങ്ങൾ മാർക്കറ്റിൽ പോകുന്നതെങ്കിൽ ഹസ്ബൻഡിൻ്റെ അച്ഛനും ഞാനും ഹസ്ബൻഡും ഞങ്ങൾ 3 പേരും കൂടി 2 വണ്ടിയിലായിട്ട് ഇങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ പഴയ ഓർമ്മകളൊക്കെ എനിക്ക് വന്നതാണ്. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിൽ പോകുമ്പോഴത്തേന് ഹസ്ബൻഡിൻ്റെ അച്ഛൻ ഇങ്ങനെ ഞങ്ങൾക്ക് ജ്യൂസൊക്കെ മേടിച്ച് തരുമായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഓർത്തുകൊണ്ടാണ് പോകുന്ന വഴിയിൽ. പിന്നെ ഇവിടുത്തെ വെജിറ്റബിൾസൊക്കെ നല്ല ഫ്രഷ് ആയിരിക്കും. മാത്രമല്ല നമുക്ക് നാട്ടിലത്തെ പോലെ അല്ല കേട്ടോ. നമുക്ക് വെജിറ്റബിൾസ് നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാം. ഇപ്പോൾ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. അതിൽ പുഴുക്കളുണ്ടെങ്കിലോ അല്ലെങ്കിൽ കേടുണ്ടെങ്കിലൊക്കെ അതൊക്കെ മാറ്റിയിട്ട് നല്ലത് നോക്കി എടുത്ത് കൊടുത്താൽ അവർ കറക്റ്റ് തൂക്കത്തിന് നമുക്ക് തൂക്കി തരും. അവരോട് പറയുകയാണെങ്കിൽ അവർ എടുത്തു തരത്തില്ല. ഇവിടെയൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇവിടുത്തെ മാർക്കറ്റിൽ വന്നപ്പോഴത്തേനും അതെനിക്കൊരു പുതിയ കാര്യമായിട്ട് തോന്നിയായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെ സമ്മതിക്കില്ലല്ലോ. അവർ തരുന്നത് നമ്മൾ കൊണ്ടുപോകണം, അങ്ങനെയല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ തന്നെ സെലക്ട് ചെയ്തെടുക്കുക. ഈ മാർക്കറ്റിൽ നിന്നാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് വെജിറ്റബിൾസ് മേടിക്കുന്നത്. ഞങ്ങളുടെ അടുത്തൊക്കെ മാർക്കറ്റുകളുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ വന്നാലാണ് ഒരു തൃപ്തി വരുള്ളൂ കേട്ടോ. കാരണം ഇവിടുത്തെ വെജിറ്റബിൾസ് പെട്ടെന്ന് കേടാവാറില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കിട്ടുകയും ചെയ്യും. പിന്നെ പോകുന്ന വഴിയിൽ ഇങ്ങനെ വഴിയോരത്ത് ഇരിക്കുന്ന വയസ്സായ അമ്മച്ചിമാരൊക്കെ വെജിറ്റബിൾസൊക്കെ വെച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ അവരുടെ നിന്ന് കൂടുതൽ എടുക്കാനായിട്ട് നോക്കും. കാരണം ഹോൾസെയിലായിട്ടൊന്നും എടുത്തുകൊണ്ട് വരുന്നതല്ല. ചിലപ്പോൾ അന്നോടെന്നുള്ള കാര്യത്തിനായിരിക്കും ഇവരൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു അമ്മമ്മയുടെ അടുത്തു നിന്നാണ് പൂക്കളൊക്കെ മേടിക്കുന്നത്. ഞങ്ങൾക്ക് വിളക്കിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജമന്തിയും റോസും ഒക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ വാങ്ങിയപ്പോഴത്തേനുണ്ട് ആമിയെ കണ്ടപ്പോൾ അമ്മമ്മ ഒരു പൂവ് ആമിക്കും കൂടി എടുത്തോളാനായിട്ട് പറഞ്ഞു. ഫ്രീ ആയിട്ട് കൊടുത്തതാണ്. പെൺകുട്ടി ആയതുകൊണ്ട് സ്നേഹത്തോടു കൂടി കൊടുത്തതാട്ടോ. അങ്ങനെ പോയിട്ട് തിരിച്ച് വരുന്ന വഴിയിൽ ഞങ്ങൾ നേരെ ചെന്നൈ റാവുത്തർ ബിരിയാണി ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ട്. ശരിക്കും ഇത് ഞങ്ങൾ പ്ലാൻഡ് അല്ലായിരുന്നു. വരുന്ന വഴിയിൽ പെട്ടെന്നാണ് ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞത് എന്നോട് നമുക്കിന്ന് പുറത്തുനിന്ന് മേടിക്കാമെന്ന്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നൈറ്റുള്ള ഡിന്നറൊക്കെ വീട്ടിൽ പോയിട്ട് ചെയ്യാനാണ് ഇരുന്നത്. ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് ഇരുന്നത്. പക്ഷേ വരുന്ന വഴിയിൽ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പിന്നെ വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാഴ്സൽ മേടിക്കാനായിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നല്ല തിരക്കായിരുന്നു, സൺഡേയും കൂടി ആയതുകൊണ്ട്. വെജിറ്റബിൾസൊക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ വരുന്ന വഴിയിലാണ് ഇതൊക്കെ വാങ്ങിയത് കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ മെനു കാർഡൊക്കെ എടുത്ത് നോക്കുന്ന കണ്ടിട്ട് ആമിയും കൂടി അതുപോലെയൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ വരുന്ന വഴിയിലുണ്ട്. ഇവിടെ ഇപ്പോൾ ആടിമാസമല്ലേ, കർക്കിടക മാസത്തിനെ ഇവിടെ തമിഴിൽ ആടിമാസം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവമാണ്. അങ്ങനെ വരുന്ന വഴിയിൽ ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്. ശരിക്കും ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ കയറാനായിട്ടിരുന്നതാണ്. പക്ഷേ ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോയിട്ട് വരുമ്പോഴത്തേനും ഒരുപാട് ലേറ്റ് ആവും. അതുകൊണ്ട് തിരിച്ച് വരുമ്പോൾ കയറാമെന്ന് പറഞ്ഞിട്ട് വന്നപ്പോഴത്തേനുണ്ട് ക്ഷേത്രം അടയ്ക്കാറായിട്ടുണ്ട്. പിന്നെ മാത്രമല്ല നമ്മൾ ബിരിയാണിയൊക്കെ മേടിച്ചതല്ലേ, നോൺ വെജൊക്കെ വാങ്ങിയതുകൊണ്ട് കയറണ്ടെന്ന് വിചാരിച്ചിട്ട്. മാത്രമല്ല ഞങ്ങൾ ക്ഷേത്രത്തിൽ കയറിയിട്ടാണല്ലോ വന്നത്. ഓൾറെഡി നമ്മൾ മാർക്കറ്റിൻ്റെ അവിടുത്തെ ക്ഷേത്രത്തിൽ കയറിയതുകൊണ്ട് എന്തായാലും ഇവിടെ പിന്നെ കയറിയില്ല. അപ്പോൾ വരുന്ന വഴിയിൽ കുറച്ച് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു സായിബാബ ക്ഷേത്രമാണ്. ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട് ആളുകളൊക്കെ പിരിഞ്ഞ് പോകാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ശരിക്കും ഞങ്ങൾ ഇച്ചിരി നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ ഇവിടെ കയറി
സൺഡേ രാവിലെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. രാവിലെ തന്നെ വന്ന് നോക്കിയപ്പോഴത്തേനും നല്ല അടിപൊളി ക്ലൈമറ്റാണ്. നമ്മുടെ ടെറസിൻ്റെ മേലെ വന്ന് നോക്കാനായിട്ട് സൂപ്പറാണ് കേട്ടോ. ഇന്ന് ആമിക്ക് സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് നേരം ടെറസിൽ നിൽക്കാനായിട്ട് പറ്റില്ല. ഞാൻ രാവിലെ 6 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. എഴുന്നേറ്റിട്ട് നേരെ ഞാൻ ഇന്ന് ടെറസിലേക്ക് കയറിയിട്ടുണ്ട്. സാധാരണ ആമി സ്കൂളിൽ പോകുന്ന ദിവസം രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ഞാൻ ടെറസിലേക്ക് കയറത്തില്ല കേട്ടോ. കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ സമയം കളയും. ആമി സ്കൂളിൽ പോയതിന് ശേഷമാണ് ടെറസിലേക്ക് വരാറുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ചുമ്മാതെ ഇങ്ങനെ ഒന്ന് വന്ന് നോക്കിയതാണ്. എന്തായാലും 6 മണിക്ക് എണീറ്റ് എനിക്ക് സമയം ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയപ്പോഴാണ് അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. സൂപ്പറാണ് ഇവിടുത്തെ സൺസെറ്റ് കാണാനായിട്ട്. പ്രത്യേകിച്ച് ആ ഒരു കായലും കൂടി ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്നത് കാണാനായിട്ട് ഭയങ്കര രസമാണ്. അതുപോലെ തന്നെയാണ് സൺസെറ്റ് കാണാനും ഒക്കെ. ശരിക്കും നമ്മളൊരു കടൽ തീരത്ത് പോയി നിന്നൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പക്ഷികൾ ഇങ്ങനെ വരും. ഈ ഒരു സമയം ദേശാടന കിളികളുടെ സമയം കൂടിയാണ്. അപ്പോൾ ഒരുപാട് നമ്മൾ കാണാത്ത കുറേ വെറൈറ്റി ബേർഡ്സ് ഇവിടെ ഉണ്ട്. ഞാൻ എപ്പോഴെങ്കിലും ലേക്ക് സൈഡ് വഴി പോകുമ്പോൾ ഇനി നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. ഈ നീർക്കാക്ക പറക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ പറന്നു പോകുന്ന കണ്ടപ്പോൾ ഞാനിങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. എന്തൊരു ഒത്തൊരുമയാണല്ലേ. അവരിങ്ങനെ ഇത്രയും പേര് ഇങ്ങനെ ഒരേപോലെ ഒരാൾ പോലും കൂട്ടം തെറ്റാതെ ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ മനുഷ്യരാണെന്നുണ്ടെങ്കിൽ ഇത്രയും അനുസരണ കാണിക്കുമോ? നമ്മളേക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇങ്ങനെ കൊണ്ടുപോയി ഒരുമിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ പലരും പല വഴിക്ക് പോവല്ലേ. അപ്പോൾ ആ കിളികളെ കണ്ട് നമ്മൾ പഠിക്കണം എന്ന് ഞാനിങ്ങനെ മനസ്സിലൊക്കെ വിചാരിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ താഴെ വന്നിട്ട് കുളിച്ചു. അതിനുശേഷം ഇതുപോലെ വിളക്കൊന്ന് കൊളുത്താമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കറിയാമല്ലോ ഞാനിപ്പോൾ രാവിലെ വിളക്ക് വയ്ക്കുമെന്ന്. പിന്നെന്താ, അതിനിടയിൽ ആമി ഉറക്കം എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആമിക്ക് ഇന്ന് സ്കൂളുള്ള ദിവസമാണ്. ആമി ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കും, കുറേ സമയം അങ്ങനെ കളയും. അപ്പോൾ ഇന്ന് ഇത്തിരി നല്ല മൂഡിൽ തന്നെയാണ് തോന്നുന്നു എഴുന്നേറ്റിരിക്കുന്നത്. അതുകൊണ്ടാണ് വലിയ കുഴപ്പമില്ലാതെ ഇരിക്കുന്നത്. അപ്പോൾ എഴുന്നേറ്റ് വന്ന ഉടനെ തന്നെ ഞാനിങ്ങനെ രാമായണം വെച്ചേക്കുന്ന കണ്ടിട്ട് അവളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുവാണ്. പിന്നെന്താ, എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ പൂജ റൂമിലിരിക്കുന്ന നിൽക്കുന്ന കൃഷ്ണനില്ലേ അതെവിടെ നിന്നാണെന്ന്. ശരിക്കും ഞങ്ങളുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു സ്ട്രീറ്റ് ഷോപ്പ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒരു വ്ളോഗിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ് ആ ഒരു ഷോപ്പിനെ കുറിച്ചൊക്കെ. ഒരു ചേച്ചി നടത്തുന്ന ഒരു കടയാണ്. അവിടെ നിന്നാണ് ഞാൻ സെറാമിക്കിലുള്ള എല്ലാ സാധനങ്ങളും മേടിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചിട്ടുള്ള കൃഷ്ണനാണ്. കഴിഞ്ഞ വർഷം വാങ്ങിയതാണ്. എൻ്റെ അടുത്ത് ഇതുപോലത്തെ നിൽക്കുന്ന ഒരു കൃഷ്ണനില്ലായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറേ വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ട് അവസാനം എനിക്ക് കിട്ടിയതാണ് ഈ കൃഷ്ണനെ. അതുപോലെ തന്നെ വെണ്ണ കയ്യിൽ വെച്ചേക്കുന്ന കൃഷ്ണനും ഉണ്ട്. പിന്നെ കൃഷ്ണനും രാധയും കൂടി ഉള്ളതുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇവിടെ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാനൊരു ഭയങ്കര കൃഷ്ണഭക്തയാണ്. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഇഷ്ടംപോലെ കൃഷ്ണൻ്റെ ഫോട്ടോസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാടുണ്ടായിരുന്നു. ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് കൃഷ്ണനെ ഞാൻ അരി ഇട്ടേക്കുന്ന ഒരു പ്ലേറ്റിനകത്ത് വെച്ചിട്ടുണ്ട്, തട്ടത്തിൽ വെച്ചിട്ടുണ്ട്. അതെൻ്റെ അനിയൻ എനിക്ക് കല്യാണം കഴിഞ്ഞ സമയത്ത് ഗിഫ്റ്റായിട്ട് തന്നതാണ്. പിന്നെന്താ, എനിക്ക് ഭയങ്കരമായിട്ട് കൃഷ്ണനെ ഭയങ്കര ഭക്തയാണ് ഞാൻ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു 150-ന് പുറത്ത് കൃഷ്ണൻ്റെ മാത്രം ഫോട്ടോസാണ് ഗിഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു കൃഷ്ണനെ എനിക്ക് വേണമെന്ന് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിട്ട് എനിക്ക് കിട്ടിയതാണ് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് മേടിച്ചതാണ്, ചെന്നൈയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. എനിക്ക് ആ കൃഷ്ണനെ കാണുമ്പോഴും ഭയങ്കര ഒരു സന്തോഷമാണ്. ആ കൃഷ്ണനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഐശ്വര്യം തോന്നും. ശരിക്കും നമ്മുടെ പൂജാ റൂമിന് ഒരു പൂർണ്ണത വന്നത് ആ ഒരു കൃഷ്ണൻ നമ്മുടെ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സ്പെഷ്യലായിട്ട് ലഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബർ ജിനിച്ചേച്ചി ചോദിച്ചിരുന്നതാണ്, കേർഡ് റൈസാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ വെള്ളം ചൂടാക്കാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് പോയി കുളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. വന്നപ്പോഴത്തേനും കരിങ്ങാലിപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെന്താ, നമ്മളിന്ന് തൈര് സാധമാണ് വെക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ തൈര് സാധത്തിന് വേണ്ടിയിട്ട് ചോറൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും ഫ്രിഡ്ജിനകത്ത് കുറച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നു. അത് നല്ലതാണോ എന്ന് ഞാൻ നോക്കുമായിരുന്നു കേട്ടോ. പക്ഷേ അത് കൊള്ളത്തില്ല, കേടായിപ്പോയി. തൈര് സാധം ഞാൻ ഉണ്ടാക്കുന്ന രീതിക്ക് കാണിച്ചു തരാം. ഞാൻ ഈ റീസെൻ്റായിട്ടാണ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്യാനായിട്ട് തുടങ്ങിയത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാലും വേണം, തൈരും വേണം. പാല് നല്ല ഫുൾ ഫാറ്റ് മിൽക്കായിരിക്കണം. ഫുൾ ഫാറ്റ് മിൽക്ക് നന്നായിട്ട് തിളപ്പിച്ച് എടുത്ത് വെച്ചേക്കണം ആദ്യമേ തന്നെ. പിന്നെ ഡൊപ്പി അരിയിലുള്ള ചോറാണ് നമ്മൾ തൈര് സാദത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഞങ്ങളിവിടെ ഡൊപ്പി അരിയിലുള്ള ചോറാണ് കേട്ടോ കഴിക്കുന്നത്. മട്ട റൈസൊന്നും കഴിക്കാറില്ല. ഇതുപോലെ ഓണം വരുമോ അല്ലെങ്കിൽ ബർത്ത്ഡേയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് ഞങ്ങൾ മട്ട റൈസ് വാങ്ങുള്ളൂ. ആമിക്ക് മട്ട റൈസ് ശരിയാകത്തില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ മറ്റേ റൈസാണ് കഴിക്കുന്നത്. എനിക്കും ഡൊപ്പി റൈസ് കഴിക്കാൻ തന്നെയാണ് ഇഷ്ടം. പിന്നെ നമ്മുടെ തൈര് സാദത്തിന് സൈഡ് ഡിഷായിട്ട് പൊട്ടറ്റോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് പൊട്ടറ്റോയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെള്ളത്തിൽ
വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കടുകൊന്ന് താളിച്ചിട്ട് കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ടു. താളിച്ചതിന് ശേഷം പൊട്ടറ്റോ ഒക്കെ കഴുകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് അടച്ച് വെച്ചേക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിനിടയിൽ ഹസ്ബൻഡ് വന്നിട്ട് രാവിലെ നടക്കാനായിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റ് ലോസ് ഡ്രിങ്കിന് വേണ്ടിയിട്ട് പട്ടയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഡ്രിങ്കും കൂടി ചെയ്യുന്നുണ്ട്. അതൊരു സൈഡിലാവുന്നുണ്ട്. ഒരു സൈഡിൽ ചോറ് വയ്ക്കുന്നുണ്ട്, മറ്റൊരു സൈഡിൽ പൊട്ടറ്റോ ഫ്രൈയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊട്ടറ്റോ ഫ്രൈ ചെയ്യാനായിട്ട് ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിരുന്നാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചിക്കി എടുക്കണം. അങ്ങനെ അത് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അടുക്കി പിടിച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് കുഴമ്പ് മുളക് പൊടി എന്ന് പറയും, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് കുഴമ്പ് മുളക് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ വെറുതെ മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. എന്നിട്ട് വീണ്ടും ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചൊന്ന് വെച്ചിരുന്നാൽ മതി. ഇതിങ്ങനെ കുറച്ച് നേരം ഒരു ചെറു തീയിൽ കിടന്ന് നന്നായിട്ടൊന്നും മൊരിഞ്ഞ് വരുമ്പോഴത്തേനും ഭയങ്കര ടേസ്റ്റാണ്. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി തൂവിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ്. ഇതിൽ വെളിച്ചെണ്ണ ചേർത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. പിന്നെ ഇതിനിടയിൽ തന്നെ നമ്മുടെ ഡ്രിങ്കൊക്കെ തയ്യാറായിട്ടുണ്ട്. അതിൽ ലെമണൊക്കെ ചേർത്തിട്ട് ഹസ്ബൻഡിന് അത് ഒഴിച്ചു കൊടുത്തു. ചോറൊക്കെ ഞാൻ വാർത്തെടുക്കുന്നുണ്ട്. നമ്മുടെ തൈര് സാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയൊരു പീസ് ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 2 പച്ചമുളകും കൂടി ചെറുതായിട്ട് നുറുക്കി വെച്ചേക്കുകയാണ്. ഞാൻ വിശദമായിട്ട് ഈ ഒരു റെസിപ്പി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. പിന്നെന്താ, നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറില്ലേ, അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ശരിക്കും ഈ ചോറ് ഒന്ന് തണുത്ത് വരണം, ചൂടൊക്കെ ഒന്ന് നന്നായിട്ട് പോകണം. എനിക്കിപ്പോൾ ആമിക്ക് രാവിലെ കൊടുത്തയക്കണം, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചൂടോട് കൂടി തന്നെ ഇതിങ്ങനെ ചെയ്തെടുക്കുന്നത്. നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ചോറ് വേവിച്ചെടുക്കുക. രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഞാനിപ്പോൾ നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് ഒരു തവി ഉപയോഗിച്ചിട്ടൊന്ന് ഉടച്ചെടുത്തു. പിന്നെ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം, വലിയ സ്പൂണാണ്, അതിൽ തൈര് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് ബാലൻസ് പാലാണ് കേട്ടോ. പാലിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് തിളപ്പിച്ചെടുക്കേണ്ടത്. മാത്രമല്ല നല്ല ഫുൾ ഫാറ്റ് മിൽക്കായിരിക്കണം. കുറേശ്ശെ പാല് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലൊരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക. നല്ല വെണ്ണ പോലെ ഇരിക്കണം. ആ ചോറാണെന്ന് പോലും കണ്ടാൽ മനസ്സിലാവാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അതിനുശേഷം പാകത്തിന് ഉപ്പ് ഒരല്പം കൂടുതൽ തന്നെ ഇടുക. എന്നാലാണ് പാലും തൈരും ഒക്കെ ഒന്ന് പൊളിച്ച് സെറ്റായിട്ട് വരുമ്പോഴത്തേനും കഴിക്കാനായിട്ട് ടേസ്റ്റ് കാണുള്ളൂ. പിന്നെ കുറച്ച് കായപ്പൊടി, പെരുങ്കായത്തിൻ്റെ പൊടിയില്ലേ, അത് ഇടണം. ഇപ്പോൾ കട്ടക്കായൊന്നും എടുത്തിടരുത്. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ തൈര് സാദത്തിനുള്ള ചോറ് ഇരിക്കേണ്ടത്. പിന്നെ നമ്മൾ ടേസ്റ്റ് കൂട്ടുന്നതിനുള്ളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബട്ടറാണ്. ബട്ടർ എന്തായാലും ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് നമ്മൾ താളിപ്പ് തയ്യാറാക്കും. അതിന് വേണ്ടിയിട്ട് കടുകും കറിവേപ്പിലയും ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി, ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇത്രയും കൂടി ഇട്ടിട്ട് നമ്മുടെ സൺഫ്ലവർ ഓയിലിൽ ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ചോറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ തൈരും ബാലൻസ് നമ്മൾ പാലാണ് ഒഴിച്ചെടുത്തത്. പാലിൻ്റെ അളവ് ഞാൻ കൃത്യമായിട്ട് പറയാത്തത്, നിങ്ങൾ കുറേശ്ശെ പാല് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ചെറു ചൂടോടെയുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പാല് തണുത്തിരിക്കാനും പാടില്ല, ഒരുപാട് ചൂടാകാനും പാടില്ല. അപ്പോൾ ഒരു ചെറു ചൂട്. അപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ പാല് തിളപ്പിച്ച് വെച്ചേക്കുകയാണെങ്കിൽ കറക്റ്റായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ തൈര് സാദം വെച്ചേക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കുന്ന സമയത്ത് കറക്റ്റ് പാകത്തിന് സെറ്റായിട്ട് കിട്ടുമേ. ആമിക്ക് ഞാൻ ലഞ്ചിനുള്ളത് പാക്ക് ചെയ്യുന്നുണ്ട്. ആമിക്ക് ഇതിൽ പൊമഗ്രനേറ്റ് ഇടുന്നത് ഇഷ്ടമില്ല. അപ്പോൾ ഞങ്ങൾ മാതളമൊക്കെ ഇട്ടിട്ടാണ് കഴിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കറുത്ത മുന്തിരി, മാംഗോ, ആപ്പിൾ ഇതൊക്കെ കട്ട് ചെയ്തിടാം കേട്ടോ. ഭയങ്കര റിച്ചായിട്ട് തോന്നും. മാത്രമല്ല നല്ല ടേസ്റ്റും ആയിരിക്കും. ഫ്രൂട്ട്സൊക്കെ ഒരുപാട് ചേർക്കുമ്പോൾ ചിലർക്ക് ഒരുപാട് ഫ്രൂട്ട്സ് ചേർക്കുന്ന ഇഷ്ടം കാണില്ല. മാതളം മാത്രം ചേർക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ബാലൻസ് എന്ന ബാക്കി പാലും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഉച്ചയാകുമ്പോഴത്തേനും ഈ പാലും തൈരും കൂടി ചേർത്തേക്കുമല്ലേ, ഇത് ചോറിനകത്തിരുന്ന് നന്നായിട്ട് മിക്സായിട്ട് കറക്റ്റായിട്ടുള്ള പാകത്തിനായിരിക്കും. ഒരുപാട് പുളിയൊന്നും കാണില്ല. പിന്നെ തൈര് എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് പുളിപ്പുള്ള തൈര് എടുക്കരുത്. യോഗേർട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്.
പിന്നെ പാലും കൂടി ചേർക്കുമ്പോഴത്തേനും കറക്റ്റായിരിക്കും, നല്ല ടേസ്റ്റാണ്. എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മളിതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് സാധാരണയായിട്ട് അച്ചാർ, പപ്പടം ഇതൊക്കെയാണ് കഴിക്കുന്നത്. ഞാനിപ്പോൾ പൊട്ടറ്റോ ഫ്രൈയും കൂടി ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഫ്രൈ ഐറ്റം കൂടി ഈ തൈര് സാദത്തിൻ്റെ കൂടെ കഴിക്കണം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ആമിക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ചിന് ഞാനിന്ന് കുക്കുംബറാണ് കട്ട് ചെയ്ത് കൊടുത്തത്. കുക്കുംബറിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. തൈര് സാദമൊക്കെ ഞാൻ പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ ആമിയുടെ ലഞ്ചൊക്കെ ഒന്ന് പാക്ക് ചെയ്തതിന് ശേഷം ഞാൻ കിച്ചൺ കൈയോടെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഈ ഒരു സമയത്തെന്ന് പറയുന്നത് ഭയങ്കര ടെൻഷനായിട്ട്, അതായത് ഹറിബറിയായിട്ട് നമ്മൾ ജോലികൾ ചെയ്യുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ മറ്റൊന്നിലും ഞാൻ ശ്രദ്ധ കൊടുക്കാറില്ല. ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ ഒരല്പം സമയത്തിൻ്റെ പ്രശ്നം ഉണ്ടായി. തൈര് സാദം ആയതുകൊണ്ട് വലിയ കുഴപ്പം വന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തൈര് സാദം, ടൊമാറ്റോ സാദം ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസിയാണ്, പെട്ടെന്ന് തന്നെ നമ്മുടെ പണി കഴിയും, പെട്ടെന്ന് തന്നെ നമുക്ക് ജോലിയൊക്കെ ഒതുക്കിയിട്ട് കിച്ചണിൽ നിന്ന് ഇറങ്ങാനും പറ്റും. അങ്ങനെ ആമി സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. ഹസ്ബൻഡ് കൊണ്ടുവിട്ടിട്ട് അതുവഴി നടക്കാനായിട്ട് പോകും കേട്ടോ. അതിന് ശേഷം ഞാൻ വന്നിട്ട് നേരെ നമ്മുടെ ബെഡ്റൂം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് നാളായി ക്ലീൻ ചെയ്ത്. സാധാരണ ഞാൻ 2 ദിവസത്തിലൊരിക്കലൊക്കെ ക്ലീൻ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ കർക്കിടക മാസം തുടങ്ങിയതുകൊണ്ട് ഞാൻ പിന്നീട് ക്ലീൻ ചെയ്തില്ല. അതിന് മുന്നേ എല്ലാം ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് വലിയ അഴുക്കും പൊടിയൊന്നും ഇല്ലായിരുന്നു. എന്നാലും ചെറുതായിട്ടൊരു ഡസ്റ്റ് തുടങ്ങിയെന്ന് തോന്നിയപ്പോഴത്തേനും ഒന്ന് ഇതുപോലെ ഈ ഒരു ഡസ്റ്റർ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ടിലൊക്കെ ഒരുപാട് അഴുക്കും പൊടിയൊക്കെ ഉണ്ട്. ചുവരിലും ആ ജനലിലും ഒക്കെ ഇഷ്ടംപോലെ അഴുക്കിരിക്കുകയാണ്. അങ്ങനെ എന്തായാലും ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ഒരു ഗോൾ കാണുമല്ലേ, ഒരു എയിം കാണും. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തണം, നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവണമെന്നുള്ളത്. നമുക്കങ്ങനെ ഒരു ആഗ്രഹം പോലും ഇല്ലാതെ ജീവിക്കുന്ന പലരും കാണും. ചിലർക്ക് ആഗ്രഹങ്ങളുണ്ടായിരിക്കും. പക്ഷേ ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മുടെ സാഹചര്യങ്ങൾ മിക്കവാറും നമുക്ക് പ്രതികൂലമായിരിക്കും, നമുക്ക് അനുകൂലമായിട്ടായിരിക്കില്ല നമ്മുടെ സാഹചര്യങ്ങൾ. നമ്മുടെ ഏത് പ്രതികൂല സാഹചര്യത്തെയും അനുകൂലമാക്കിക്കൊണ്ട് നമ്മൾ അതിന് വേണ്ടി പ്രയത്നിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്കും എന്തെങ്കിലും ഒക്കെ ആവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നേടണം, ലൈഫിൽ നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യണം എന്നൊരു തോന്നൽ നിങ്ങൾക്ക് തോന്നി തുടങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പലരുടെയും സ്റ്റോറീസ് എടുത്ത് നോക്കിയാലും ഏതൊരു മഹാനും വലിയ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ ലൈഫ് സ്റ്റോറി നോക്കുമ്പോഴത്തേനും നല്ലൊരു കഷ്ടപ്പാട് അതിന് പുറകിലുണ്ടായിരിക്കും. ആരും തന്നെ വളരെ പെട്ടെന്ന് നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുള്ള ആളുകളൊന്നും അല്ല. ഒരുപാട് പേര് കഷ്ടപ്പെട്ട് തന്നെയായിരിക്കും വലിയൊരു പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. പക്ഷേ ആ കഷ്ടപ്പെടാനായിട്ട് നമ്മൾ തയ്യാറായിരിക്കണം. കഷ്ടപ്പെടാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ നമുക്ക് കുറേയധികം നമ്മൾ ക്ഷമിക്കേണ്ടി വരും. അതുപോലെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും. അതേപോലെ നമ്മൾ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ നടക്കുന്ന പാതയിൽ കഠിനമായിട്ടുള്ള പ്രയത്നങ്ങളായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതെല്ലാം തരണം ചെയ്ത് നമ്മൾ ഒരു ദിവസം സക്സസ് ആയിട്ട് മുന്നിലേക്ക് എത്തുമ്പോഴുണ്ടല്ലോ, അന്ന് നമ്മളെ പുച്ഛിച്ചവർ പോലും നമ്മളെ അംഗീകരിക്കുന്നൊരു ദിവസം വരും. അപ്പോൾ നമ്മൾ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആവണമെന്നുള്ളത്, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഞാനൊരു സാധാരണ മനുഷ്യനല്ലാതെ എന്നെ ഈ ഒരു പേരിൽ അറിയപ്പെടണം, അല്ലെങ്കിൽ ഞാൻ ഈ ലോകത്ത് യുണീക്കാണ്, എൻ്റെ കഴിവുകൾ എൻ്റെ വേൾഡിൽ ഒതുങ്ങി നിൽക്കാതെ, ഈ ഒരു ചെറിയ ലോകത്ത് ഒതുങ്ങി നിൽക്കാതെ പുറത്തേക്ക് അത് കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിക്കുക തന്നെ വേണം. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നമ്മൾ കഠിനമായി ഉറക്കമൊഴിഞ്ഞിരുന്ന് പ്രയത്നിക്കുകയാണെങ്കിൽ ഭാവിയിൽ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാമെന്നാണ് അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സ്വപ്നങ്ങൾക്ക് ചിറകുകൾ മുളയ്ക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും അതിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പിന്നെ ഏതൊരു നേട്ടവും എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എല്ലാം നേടിയെടുക്കണം നമ്മൾ ആഗ്രഹിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. എനിക്കൊന്നും തന്നെ പെട്ടെന്ന് വേണം, അല്ലെങ്കിൽ നേരത്തെ അത് കിട്ടണം, അങ്ങനെ ഞാൻ ആഗ്രഹിക്കാറില്ല കേട്ടോ. കാരണം അങ്ങനെ കിട്ടുന്നതൊന്നും ശാശ്വതമായിരിക്കില്ല. പെട്ടെന്ന് എന്നെ നമ്മളിൽ നിന്ന് പെട്ടെന്ന് അത് വിട്ടകന്ന് പോകും. പക്ഷേ അതേസമയം നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്ന വിജയം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ വിട്ടു പോവില്ല, നമ്മുടെ കൂടെ തന്നെ കാണും. മാത്രമല്ല നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതിൻ്റെ നേട്ടവും അല്ലാതെ സുഖത്തോടെ അല്ലെങ്കിൽ വളഞ്ഞ വഴിയിൽ കുബുദ്ധിയിൽ നേടുന്ന നേട്ടവും രണ്ട് തന്നെയാണ്. നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഏതൊരു നേട്ടത്തിനും അതിൻ്റേതായൊരു വിലയും അതുപോലെ തന്നെ അഭിമാനവും ഉണ്ടായിരിക്കും അല്ലേ.
എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. എൻ്റെ യൂട്യൂബ് തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ. ഞാനിതിന് മുന്നത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, 2 ചാനൽ എനിക്ക് മുന്നേ ഉണ്ടായിരുന്നു. 2 ചാനലും എനിക്ക് കുറേ അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. അന്നത്തെ എൻ്റെ ചാനലിലെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും എൻ്റെ പ്രസൻറ്റേഷനോ അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതിയിലോ ഒക്കെ ഉള്ളൊരു ഇത്. അതിൽ നിന്നും ഞാൻ ഇത്രയും ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എൻ്റെ എക്സ്പീരിയൻസും ക്ഷമയും തന്നെയാണ്. പിന്നെ നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പോർട്ടുമാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവണം അല്ലെങ്കിൽ ആകും എന്നുള്ളൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു തോട്ട് നമുക്ക് എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമ്മുടെ കൂടെ അതെന്നും കാണുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ടെറസിൻ്റെ മേലേക്ക് ഞാൻ വന്ന് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് വെള്ളം നനച്ചിട്ടുണ്ട്. അതിനിടയിൽ നിങ്ങൾ കണ്ടോ, അതാ ഒരു കാക്ക ഇരിക്കുന്നുണ്ടല്ലേ. ഇപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മുടെ കർക്കിടക മാസം തുടങ്ങിയതിന് ശേഷം ഈ കാക്ക എന്നും ഇവിടെ വരുവേ. അപ്പോൾ വരുമ്പോഴത്തേനും ഞാനിങ്ങനെ വെള്ളം ഒഴിക്കാനായിട്ട് വരുമ്പോഴാണ് ഇതിനെ കാണുന്നത്. ഞാനിങ്ങനെ ബക്കറ്റിൽ വെള്ളം വെച്ച് കൊടുത്തിട്ട് പോവും. അപ്പോൾ അത് വന്നിട്ട് വെള്ളം കുടിച്ചിട്ട് പോകുമല്ലോ. ഇതുപോലെ പക്ഷി മൃഗാദികൾ നമ്മുടെ വീടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അവർക്കൊരു നേരത്തെ ആഹാരം കൊടുക്കണമെന്നാണ് പറയുന്നത്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് പശുക്കളൊക്കെ വന്നിങ്ങനെ നിൽക്കാറുണ്ട്. അപ്പോൾ ഇവിടേക്കുള്ള എല്ലാ ആൾക്കാരും പശുക്കൾക്ക് വേണ്ടിയിട്ട് കഞ്ഞിവെള്ളവും കഞ്ഞിയൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഞങ്ങൾ കൂടുതലായിട്ടും കാക്കയ്ക്ക് ഇങ്ങനെ ഞാൻ വെള്ളം വെച്ച് കൊടുക്കും ടെറസിൻ്റെ മേലെ. അവർ വന്നത് കുടിച്ചിട്ട് പോകും. നമ്മളെപ്പോലെ അല്ലല്ലോ, അവരൊക്കെ മിണ്ടാപ്രാണികളാണ്. ഒരു നേരത്തെ ആഹാരം അവർക്ക് കൊടുക്കുമ്പോൾ അതിനുള്ള പുണ്യം നമുക്ക് കിട്ടും. പിന്നെ ഇതിനിടയിൽ ഹസ്ബൻഡ് നടക്കാനൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചക്കലത്തെ ലഞ്ചിന് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ തൈര് സാദം സെറ്റായിട്ടുണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തത്. നമ്മൾ കറക്റ്റായിട്ട് എല്ലാം മിക്സ് ചെയ്ത് വെച്ചേക്കുമ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കാനായിട്ട് കറക്റ്റ് പാകമായിരിക്കും. നമ്മൾ രാവിലെ ഏത് രീതിയിലാണ് വെച്ചിരുന്നത് അതിനേക്കാളും കുറച്ചും കൂടി തിക്ക് കൺസിസ്റ്റൻസിയിലായിട്ട് മാറുക. തൈര് സാദം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഡൊപ്പി റൈസിൽ തന്നെ ചെയ്താലാണ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.